ഹലോ മക്കളെ, അപ്പോൾ ഫുൾ A+ എന്ന് പറയുന്ന ഒരു സ്വപ്നത്തിലൂടെ പോയി നമ്മളെല്ലാവരും ഇപ്പം ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഓരോ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പഠിച്ച് നിങ്ങളെല്ലാവരും അതിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ അതിനിടയിൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ്, മാർക്ക് നമ്മുടെ A+നെ ബാധിക്കുമോ അല്ലേ. ഈ മാർക്ക് കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനുള്ള നമ്മുടെ ഫുൾ A+ പോയി പോകുമോ? ഈ ഒരു ഡൗട്ട് എൻ്റെ മക്കൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ യെസ് എന്ന് പറഞ്ഞൊരു കമൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം എന്താണ് ഈ ഒരു മാർക്ക് എന്ന് നമ്മൾ ആദ്യം അറിയണം. മാർക്ക് എന്ന് പറഞ്ഞാൽ തന്നെ കണ്ടിന്യൂസ് ഇവാലുവേഷൻ ആണ്. കണ്ടിന്യൂസ് ഇവാലുവേഷൻ എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് നിങ്ങളൊരു എക്സാം എഴുതി നിങ്ങൾക്ക് കിട്ടുന്നതല്ല. ഓക്കെ, ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളിപ്പം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തത് മുതൽ നിങ്ങളുടെ അറ്റൻഡൻസ് നോക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ തരുന്നുണ്ടാവും. ആ അസൈൻമെൻറ്റ് ഇവാലുവേറ്റ് ചെയ്യും. ആ അസൈൻമെൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്തത്, ആ സംഭവം കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സ് നോക്കും. ഇതൊക്കെ ഓരോ സ്കൂളിലും ഓരോ ക്രൈറ്റീരിയ ആയിരിക്കും. അപ്പം ഇത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ മാർക്ക് എന്ന് പറയുന്നത് എത്രയാണ്? അപ്പോൾ 3 സബ്ജക്ട്സിൽ, അതായത് മാത്സ് ഉണ്ട്, ദെൻ സോഷ്യൽ സയൻസ് ഉണ്ട്, ഓക്കെ, മാത്സ് ഉണ്ട്, സോഷ്യൽ സയൻസ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഈ 3 സബ്ജക്ട്സിൻ്റെ നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത് 20 ആണ്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള 6 സബ്ജക്ട്സ്, അതായത് ഫിസിക്സ്, ദെൻ നമ്മുടെ കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, ദെൻ ലാംഗ്വേജ്, ഫസ്റ്റ് ലാംഗ്വേജ്, ദെൻ സെക്കൻഡ് ലാംഗ്വേജ്. ഈ സബ്ജക്ട്സിൻ്റെ മിസ് IT ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ബാക്കി 6 സബ്ജക്ട്സിൻ്റെ നിങ്ങളുടെ മാർക്ക് എന്ന് പറയുന്നത് 10 ആണ്. ഓക്കെ, അപ്പം ഈ മാർക്കും കൂടെ ചേർത്തിട്ടാണ് ടോട്ടൽ നിങ്ങൾക്ക് എന്ത് വരുന്നത്, നിങ്ങളുടെ ആ ഒരു A+ൻ്റെ ഗ്രേഡ് കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് ഈ 3 സബ്ജക്ട്സിൽ നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 80-ലാണ്. ഓക്കെ, അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 100-ലാണ്. നിങ്ങൾക്ക് 90% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് A+. ആൻഡ് ഇവിടെ നിങ്ങൾ എഴുതിയെടുക്കുന്ന മാർക്ക് എന്ന് പറയുന്നത് 40 ആണ്. അങ്ങനെ ടോട്ടൽ നിങ്ങൾക്ക് 50-ൽ നിങ്ങൾക്ക് 90% ഉണ്ടെങ്കിൽ നിങ്ങളുടെ A+, അല്ലേ. അപ്പം മിക്കവാറും എല്ലാ സ്കൂളിലും ടീച്ചേഴ്സ് ഫുൾ തന്നെ മാർക്ക് തരും. ഓക്കെ, അപ്പം നിങ്ങളിവിടെ നോക്കുക. അപ്പം മിസ് ഇവിടെ നിങ്ങൾക്ക് എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ 20 അല്ലേ, 3 സബ്ജക്ട്സിനാണ് നമുക്ക് 20 വരുന്നത് അല്ലേ. ബാക്കിയുള്ള 6 സബ്ജക്ട്സിൽ 10 ആണ് വരുന്നത്. IT ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഓക്കെ, ബാക്കിയുള്ള 6 സബ്ജക്ട്സിൽ നമുക്ക് 10 ആണ് വരുന്നത്. അപ്പോൾ ഇതിൽ മിക്കവാറും എല്ലാ ടീച്ചേഴ്സും നിങ്ങൾക്ക് ഫുൾ തന്നെ തരും. അങ്ങനെ ഫുള്ള് തന്നെ തരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമ്മുടെ 80 മാർക്കിൽ നമ്മൾ എത്ര എഴുതി എടുത്താൽ മതി നമുക്ക് 90% കിട്ടാൻ? നമുക്ക് 90% കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ 70 എഴുതി എടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്തായി, 90 ആയി. അപ്പോൾ നിങ്ങൾക്ക് A+ ആയി. ഓക്കെ, A+ ആയി. ഇനി ഇവിടെയാണെങ്കിലോ, ഇവിടുത്തെ കാര്യത്തിലാണെങ്കിൽ നിങ്ങളൊരു 35 എഴുതിയെടുത്താൽ തന്നെ നിങ്ങൾക്ക് എന്തായിട്ടുണ്ട്, 35 എഴുതിയെടുത്താൽ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ തീരുമാനമായി. നിങ്ങൾക്ക് വേണ്ടത് അവിടെ കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, നിങ്ങൾക്ക് എന്തായി, ആ ഒരു 90% ആൻഡ് അബവ് ആയി, A+ ആയി. പക്ഷേ ഇവിടെ നമ്മൾ ഈ ഒരു ബോർഡർ ലൈൻ പിടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇത്ര മാർക്സ് മതി, ഈ ഒരു മാർക്സ് കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് A+ ആയി എന്ന് കരുതി നമ്മൾ ഈ മാർക്സ് തന്നെ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു റിസ്ക് ഫാക്ടർ ഉണ്ട്. അതായത് ഇതിപ്പോൾ മിസ് പറഞ്ഞത് ഏത് കാര്യത്തിലാണ്, ടീച്ചേഴ്സ് നമുക്ക് ഫുൾ മാർക്ക് തന്നാലുള്ള കാര്യത്തിലാണ്. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വികൃതിയൊക്കെ കാണിച്ചിട്ടുണ്ട് അല്ലേ, വളരെ റയർ ആയിട്ടുള്ള കേസസിൽ ടീച്ചേഴ്സിനോട് എന്തെങ്കിലും പേഴ്സണൽ നിങ്ങൾക്ക് എന്തെങ്കിലും ദേഷ്യം തോന്നിയിട്ടുണ്ട്, ആ ടീച്ചർ പറഞ്ഞാൽ നിങ്ങൾ അനുസരിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ അസൈൻമെൻറ്റ് ഒന്നും വെച്ചിട്ടില്ല, നോട്ടൊന്നും വെച്ചിട്ടില്ല, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ് ചിലപ്പോൾ വളരെ റയറായിട്ട്, വീണ്ടും പറയുന്നു, വളരെ റയറായിട്ട് ടീച്ചേഴ്സ് മാർക്ക് കുറയ്ക്കാൻ ചാൻസ് ഉണ്ട്. മാക്സിമം കുറയ്ക്കുകയാണെങ്കിൽ ഒരു 5 മാർക്കൊക്കെയാണ് കുറയ്ക്കുക, അതിലും കൂടുതലൊന്നും അങ്ങനെ കുറയ്ക്കാറില്ല. ഓക്കെ, അപ്പം നിങ്ങൾക്കൊരു 20-ൽ നിങ്ങൾക്കിപ്പോൾ ഒരു 15 മാർക്കാണ് കിട്ടിയെന്ന് കരുതാം. അത് ഏറ്റവും ലോ കേസാണ് കേട്ടോ. ഒരു 1-2 മാർക്കൊക്കെയാണ് പൊതുവേ കുറയ്ക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ നിങ്ങൾക്കൊരു 15 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ 70 സ്കോർ ചെയ്താൽ മതിയാവോ? പറ്റില്ല. നിങ്ങളിവിടെ 70 സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ 70ഉം 15ഉം എത്രയായിട്ടുള്ളൂ, 85 ആയിട്ടുള്ളൂ. ഈ 85 100-ൽ നിങ്ങൾക്ക് A+ ആണോ? അല്ല. ഓക്കെ, ഇനി അതുമല്ല, നിങ്ങൾക്ക് 20-ൽ ഒരു 18 മാർക്കാണ്, 2 മാർക്കാണ് ടീച്ചർ കുറച്ചതെന്ന് കരുതാം. 2 മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ 70ഉം 18ഉം എത്രയാണ്, 88 ആവുന്നുള്ളൂ. 88ഉം നിങ്ങൾക്ക് എന്തല്ല, A+ അല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നം വരുമ്പോഴാണ് നമ്മൾ എവിടെ വരുന്നത്, നമ്മളൊന്ന് സ്റ്റക്കായി പോകുന്നത്, നിങ്ങളുടെ A+ മാർക്കിലൂടെ നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നത്. ഓക്കെ, മാർക്ക് ഇപ്പോൾ 1 കുറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് ടീച്ചർ കുറച്ചിട്ടുള്ളൂ എന്നാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് എന്ത് വരും, 89 വരും അല്ലേ. 89 വന്നാൽ തന്നെ 100-ൽ എന്തല്ല, A+ അല്ല.
ഫുൾ മാർക്ക് കിട്ടുകയാണെങ്കിലാണ് നിങ്ങൾക്ക് എന്ത് വരുന്നത് 70 വരുന്നത്. അതേപോലെ തന്നെ ഈ കാര്യത്തിൽ കേട്ടോ, ഇവിടെ നിങ്ങൾക്ക് 1 മാർക്ക് കുറച്ചാലും 2 മാർക്ക് കുറച്ചാലും ഒക്കെ എന്താണ്, അത് നിങ്ങളുടെ സി മാർക്ക്. നിങ്ങൾ 35 കറക്റ്റ് സ്കോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സി മാർക്ക് 1 or 2 നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ A+നെ ബാധിച്ചേക്കാം. അപ്പം നമ്മൾ എന്താണ് ചെയ്യുക? അയ്യോ എൻ്റെ സി മാർക്ക് ഇങ്ങനെ പോയല്ലോ എന്ന് കരുതി നമ്മൾ ഫുൾ വിഷമിച്ചിരിക്കുകയാണോ വേണ്ടത്? ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സ്കോർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ബോർഡർ പിടിക്കാതിരിക്കുക. ഓക്കെ, നിങ്ങളെല്ലാവരും നല്ല ബുദ്ധിയുള്ള നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്ന മക്കളാണ് മിസ്സിന് അറിയാം. അപ്പം നമ്മളിത് എന്തിനാണ് ഈ 70 തന്നെ പിടിക്കണേ? ഓക്കെ, ഇനി നമുക്ക് അറിയാം അഥവാ ഇനി സി മാർക്ക് കുറയ്ക്കുകയാണെങ്കിൽ, മിസ് വീണ്ടും പറയുന്നു, ടീച്ചേഴ്സ് പൊതുവേ കുറയ്ക്കാറില്ല. ഓക്കെ, നിങ്ങൾ അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികളാണ്, നിങ്ങൾ അവരുടെ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കുറയണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ല. അവർ നിങ്ങൾക്ക് എങ്ങനെയും മാർക്ക് കിട്ടാനേ നോക്കുള്ളൂ. ഒരു കാരണവശാലും ടീച്ചേഴ്സ് സി മാർക്ക് കുറയ്ക്കാറില്ല. പക്ഷേ എങ്ങാനും കുറച്ചാൽ നമ്മൾ അതിനെന്ത് ചെയ്യും? സിമ്പിളാണ്, നമ്മൾ എന്ത് ചെയ്യുക? ഒരു +2 നമ്മൾ സ്കോർ ചെയ്യുക. മാക്സിമം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 marks ഒക്കെയാണ് സാധാരണ കുറയ്ക്കാറ്. അപ്പോൾ എല്ലാത്തിനും ഒരു +2 നമ്മൾ സ്കോർ ചെയ്യുക. അപ്പോൾ ഇവിടെയാണെങ്കിൽ നമ്മളൊരു +2 ഒരു +3 ഓക്കെ, ഒരു +2 or +3 നമ്മൾ സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ബുദ്ധിമുട്ട് നമുക്ക് വരില്ല. അപ്പോൾ നമ്മളിവിടെ 70 സ്കോർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എന്താണ്, നമ്മൾ 73 സ്കോർ ചെയ്തു. ആൻഡ് ഇവിടെ നമ്മൾ 35 സ്കോർ ചെയ്യേണ്ട സ്ഥലത്ത് നമ്മൾ എന്താണ്, 38 സ്കോർ ചെയ്തു. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ സി മാർക്ക് നിങ്ങൾക്ക് 10 കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾക്ക് 8 കിട്ടിയാലും ഒരു കുഴപ്പമില്ല. 16ഉം 1ഉം നിങ്ങൾക്ക് എത്രയാണ്? 46. നിങ്ങൾ A+ ആണ്. അതേപോലെ തന്നെ 73 നിങ്ങൾക്ക് ഇപ്പോൾ ടീച്ചർ എത്ര തന്നുള്ളൂ? 17 തന്നിട്ടുള്ളൂ എന്ന് കരുതാം. ദേ നിങ്ങൾക്ക് ഇവിടെ എന്താണ്? A+ ആണ്. ഓക്കെ, അപ്പോൾ സി മാർക്ക് അഥവാ ഇനി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനി കരഞ്ഞു പിടിച്ചിരിക്കുന്നു വേണ്ട. നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മുടെ കയ്യിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന മാർക്ക് ഇവിടെ ഉണ്ട്. ഓക്കെ, മിസ് പറഞ്ഞു കുറയ്ക്കുകയാണെങ്കിൽ മാക്സിമം 1 or 2 മാർക്കേ കുറയ്ക്കുള്ളൂ, അതിൽ കൂടുതൽ കുറയ്ക്കില്ല. മാക്സിമം ടീച്ചേഴ്സ് കുറയ്ക്കാറുമില്ല. റെഡി? അപ്പോൾ സി മാർക്ക് വില്ലനായിട്ട് മാറാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ ഇനിയുള്ള നിങ്ങളുടെ മുന്നിൽ എക്സാം ഉണ്ട്. ആ എക്സാം നമ്മൾ എഴുതി നല്ല അടിപൊളി സ്കോർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നവുമില്ല. ഓക്കെ, അപ്പോൾ ആ കാര്യം ക്ലിയർ ആയെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി എന്താണ് ചെയ്യാനുള്ളത്? നമ്മുടെ മുന്നിലുള്ള ഈ ഒരു സ്കോർ അല്ലേ, നമ്മൾ എഴുതിയെടുക്കാനുള്ള ഈ ടി മാർക്ക്, ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു? അടിപൊളിയായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചെടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ എക്സാമിനർ തരുന്നുണ്ട്. നിങ്ങൾക്ക് യൂട്യൂബിൽ ഫ്രീ ക്ലാസ്സസ് ഉണ്ട്. അതല്ല, നിങ്ങൾക്ക് നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടായാലും നമ്മുടെ ക്രാഷ് കോഴ്സിലൊക്കെ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഫുൾ A+ അല്ല, ഫുൾ മാർക്ക്. ഇപ്പോൾ 80 ആണെങ്കിൽ 80ൽ 80 വാങ്ങിച്ചെടുക്കാനുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് നിങ്ങൾ നേരത്തെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ എൻ്റെ മക്കളെ എന്ത് ചെയ്യുക? അടിപൊളിയായിട്ട് പഠിക്കുക. ഓക്കെ, ആൻഡ് ഇത് വളരെ റെയർ കേസാണ് മിസ് പറഞ്ഞത് ഈ സി മാർക്ക് കുറയ്ക്കുന്നത്. മാക്സിമം നിങ്ങൾക്ക് എന്താണ് ഈ ഫുൾ മാർക്ക് തന്നെ സി കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ആരും ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോവാം, നന്നായിട്ട് പഠിക്കുക. എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും A+ കിട്ടട്ടെ. ഓക്കെ, നിങ്ങളെല്ലാവരുടെയും ആഗ്രഹം നല്ലോണം പോലെ നടക്കട്ടെ. നല്ലപോലെ പഠിക്കാനും ഒക്കെ പറ്റും കേട്ടോ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അടിപൊളിയായിട്ട് പഠിക്കുക, നന്നായിട്ട് തന്നെ എക്സാം എഴുതുക.